ഹലോ ഗൈസ്, വെൽക്കം ടു നിജൂസ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ആദ്യമായി എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇതാണ്: ഒരു 8 സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പിന്നെ 2 തോടം വെളുത്തുള്ളി, 2 വലിയ നീളത്തിലുള്ള ഇഞ്ചി ചെറുത് പൊടിയായി കൊത്തിയരിഞ്ഞത്, ഒരു വലിയ ടൊമാറ്റോ നീളത്തിലരിഞ്ഞത്, അല്പം കരിവേപ്പില, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ഇത്ര സാധനങ്ങൾ നമുക്ക് 2 കിലോ ചിക്കൻ, 2 കിലോയുടെ മേളിലുണ്ട് നമ്മുടെ ചിക്കൻ, ഏകദേശം 3 കിലോയുടെ അടുത്തുണ്ട്. അപ്പോൾ 3 കിലോ ചിക്കനാണ് ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളത്. ആദ്യമായി നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ചട്ടി നോക്കാം. ചെറുതായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. ഒഴിക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുന്നു. ഇനി എണ്ണ ചൂടാവുന്നോണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിരിക്കുന്നു. നമ്മൾ ഇടുകയാണ്. നമ്മൾ ആദ്യം ഇഞ്ചി ഇടുകയാണ്. ചൂടായിരിക്കുന്നു. എന്ന് ശബ്ദം കേട്ടു. ചൂടായി. ഓക്കെ, നമ്മൾ ആദ്യമേ ഇഞ്ചി ഇട്ടു. അതിന് നമ്മളൊരു സെക്കൻഡ് നേരം ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. ചെറുതായിട്ട് 1 സെക്കൻഡ് ഒന്ന് മൂപ്പിക്കും. 1 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടുകയാണ് നമ്മൾ. ഇനി ചെറുതായിട്ട് 1 സെക്കൻഡ് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റുകയാണ്. അടുത്തതായി നമ്മൾ പച്ചമുളക് ഇടുകയാണ്. ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉള്ള പച്ചമുളകല്ല ഇത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബുള്ളറ്റ് മുളകാണ് ഇട്ടത്. ഇത് നമ്മൾ സ്വന്തം പറമ്പിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. 2 എണ്ണമാണ് ഇട്ടത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. 2 എണ്ണം മാത്രം മതിയാവും. ഇനി ഒരു 2 സെക്കൻഡ് നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴലുന്നതിനായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായി നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന 8 സവോള ചേർക്കുകയാണ്. ഇനി നമ്മൾ 1 തവി ഉപ്പൊഴിക്കുകയാണ്. ഇത് ഇന്ദുപ്പിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. സവോള വേകാൻ ഉപ്പ് വളരെ അത്യാവശ്യമായുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടുമായതുകൊണ്ടാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇന്ദുപ്പ്. പ്രഷറുള്ളവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. പേടിയില്ലാതെ നമുക്ക് കറികളിൽ ചേർക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദുപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു ഏകദേശം ഒരു 5 മിനിറ്റോളം സവോള ഒന്ന് വാടി വരുന്നത് വരെ നമ്മളത് വഴറ്റുന്നതാണ്. വളരെ ബ്രൗൺ ആവണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ പച്ചമണം മാറി മാത്രം മതി. റൈസ് അടുത്തതായി നമ്മളിത് സവോള ഇവിടെ വന്ന നേരം കൊണ്ട് നമ്മൾ ദാണ്ടെ ഇപ്പറേ ചിക്കൻ കറിക്ക് ആവശ്യമായ മസാലകൾ തയ്യാറാക്കുകയാണ്. നമ്മൾ മസാലകൾ മൂപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചതിന് ശേഷമാണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത്. ആദ്യമായി നമ്മൾ മല്ലിപ്പൊടി ഇടുകയാണ്. എപ്പോഴും മസാല ഇട്ടാലും നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കി വേണം ഇടാൻ. മല്ലിപ്പൊടി ഏകദേശം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇടുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നു. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. മുളക് പൊടി അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ. മുളക് പൊടി എല്ലാവർക്കും ആവശ്യാനുസരണം ഇടാവുന്നതാണ്. അവരവരുടെ എരിവ് അനുസരിച്ച് വേണം ഇടാൻ. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് എരിയുള്ളത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാൻ. ഇനി നമ്മൾ റൈസ് നമ്മൾ ഈ ടേബിൾ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ ഡെവണ്ട ചിക്കൻ മസാലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നല്ല എരിയുള്ള ചിക്കൻ മസാലയാണ്. എരി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാൻ. അടുത്തത് ഈ ടേബിൾ സ്പൂണിന് തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കണം. ഗൈസ്, നമ്മൾ മുമ്പേ മൂപ്പിച്ച മസാലകളെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നേക്കുകയാണ്. ഇനി ഇത് നമ്മുടെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവോളയ്ക്കകത്തോട്ട് ചേർക്കുകയാണ്. ഗൈസ്, നമ്മൾ ഈ മസാലയിൽ എന്തൊക്കെയാണെന്നൊന്നും കൂടെ പറയുകയാണ്. അതിനകത്ത് ഡെവണ്ട ചിക്കൻ മസാല 4
ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്ര നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ വഴന്നുകൊണ്ടിരിക്കുക. എന്താണ്ട് ഇവിടെ നമ്മുടെ സവോളയെല്ലാം നന്നായി അടിപൊളിയായി വഴന്നു വന്നിരിക്കുകയാണ്. ഇത്ര ആവുമ്പോഴത്തേക്കും നമ്മളിടുകയാണ് നമ്മുടെ പേസ്റ്റ്. ഗൈസ്, നമ്മളുടെ അവസാനം ഇരിക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി, കളയരുത്. ആവശ്യമെങ്കിൽ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് അതൊന്ന് അതിനകത്ത് ചേർത്താലും നന്നായിരിക്കും. ഇപ്പോൾ നമ്മളതെല്ലാം വടിച്ച് ഇതിനകത്ത് ഇടുകയാണ്. ഗൈസ്, അടുത്തതായി നമ്മുടെ തക്കാളി, ഒരു വലിയ തക്കാളി കുറച്ച് നീളത്തിലരിഞ്ഞതും കരിവേപ്പിലയും നമ്മൾ അതിനകത്തോട് ചേർക്കുകയാണ്. ഇനി ഇവരെ എല്ലാം കൂടെ അങ്ങോട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് 1 സെക്കൻഡ് വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. മൂത്ത മണം അതിലോട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ബ്ലഡും എല്ലാം കളഞ്ഞ് നല്ല സൂപ്പറാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സുന്ദരക്കുട്ടപ്പിയായ ചിക്കൻ. 3 കിലോയുടെ അടുത്തുള്ള ചിക്കൻ ഇതായിരിക്കുന്നു. ഇനി നമ്മളിത് മസാലയിലോട്ട് അങ്ങോട്ട് ഇടുകയാണ്. ഓരോന്നോരോന്നായി നമ്മളിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല നമ്മുടെ മയത്ത് തെറിക്കാതെ നമ്മൾ മെല്ലെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവരെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 1-1.5 ഇളക്കി നമ്മളങ്ങോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾക്കൊരു നുള്ളു ഉപ്പ് പൊടിക്കും കൂടെ 1 തവിയും കൂടെ ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ഓർക്കേണ്ടതാണ്, നമ്മൾ വഴറ്റാൻ നേരത്തെ 1 തവി ഉപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് 1 തവി ഉപ്പൂടെ ഒഴിച്ചിരിക്കുന്നു. 2 തവി ടോട്ടൽ ഉപ്പ് ഒഴിച്ചിരിക്കുകയാണ്. ഉപ്പിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ലാസ്റ്റിൽ കറി വെന്ത് കഴിയുമ്പോൾ ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചേർക്കാവുന്നതാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അറ്റത്തുനിന്നും മൂലയ്ക്കുന്നും നടുക്കുന്നും എല്ലായിടത്തും നിന്ന് അങ്ങോട്ട് മറിച്ച് നമ്മൾ അവനെ സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ കളർഫുള്ളായ നമ്മുടെ ചിക്കൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ആവി ഇങ്ങനെ പൊങ്ങി വരികയാണ് ഗൈസ്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു. അറ്റത്തുനിന്നും മൂലയ്ക്കുന്നും എല്ലായിടത്തുനിന്നും ഇളക്കി നമ്മൾ തുരങ്കം പണിത് നല്ല അടിപൊളിയാക്കി നമ്മുടെ ചിക്കൻ നല്ല കളർഫുള്ളാക്കി നല്ല മസാലക്കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴാണ് സ്വല്പം കരിവേപ്പിലയുടെ കുറവുണ്ടെന്ന് മനസ്സിലായത്. അന്നേരം ഓടിച്ചെന്ന് ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽ പോയി ഞങ്ങൾ 2 തൊണ്ട് കറിവേപ്പില പറിച്ചെടുത്തുകൊണ്ട് വന്നു. ഇതിൻ്റെ മേളിൽ വെച്ചിരിക്കുകയാണ്. നോക്കൂ, നല്ല ഗ്ലാമറായിട്ടില്ലേ, നല്ല ഫൈനൽ ലുക്ക്. ഇനി നമ്മളിതിനെ ഒരു കുക്കറിലോട്ട് നമ്മൾ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ മസാലയും ചിക്കനും എല്ലാം കുക്കറിലിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ നല്ല കളർഫുള്ളായിട്ടുള്ള കുക്കർ ചിക്കൻ കറി. ഇനി അടുത്തതായി നമ്മൾ അടപ്പിട്ട് മൂടുകയാണ്. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ കേൾക്കുന്നത് വരെ ഇനി നമ്മളിത് അടുപ്പത്ത് വെക്കേണ്ടതാണ്. നമ്മൾ വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നു. ഇനി ക്ഷമയോടെ 4 വിസിലിനായി നമുക്ക് കാത്തിരിക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ചിക്കൻ കറിയുടെ ഒന്നും പറയാനില്ല, യമ്മി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ, നല്ല അടിപൊളി സ്വാദൂറും ആവി പറക്കും ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തേക്ക് പോവുകയാണ്. ബൈ.